1915 ജനുവരി 9-ാം തീയതിയാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അന്നു മുതൽ ഇന്ത്യയിലുള്ള പട്ടിണിപ്പാവങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ, ബലഹീനരുടെ ഒരാശ്രയമായി മാറുകയാണ് അദ്ദേഹം ചെയ്തത്. ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം എടുത്ത സമരമുഖങ്ങൾ മറ്റുള്ളവർക്ക് കൃത്യതയോ വ്യക്തതയോ ഇല്ലാത്തതായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഇന്ത്യൻ സമൂഹം ഏറ്റെടുക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹം 1920 ഖിലാഫത്ത് മൂവ്മെൻറ്റ് തുടങ്ങി. ഖിലാഫത്ത് ഒരിക്കലും നടപ്പാവാത്ത ഒരു കാര്യമാണെന്ന് മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു. മഹാത്മാഗാന്ധി ഖിലാഫത്തിനെ ഉപയോഗിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ല് എന്ന് മനസ്സിലാക്കിയിട്ട് നടക്കാത്ത ഒരു കാര്യം ഹിന്ദുവിനെയും മുസ്ലിംമാരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്തത്. അത് പൊളിറ്റിക്കലായിരുന്നു. ജിന്ന അതിനോട് യോജിക്കാതെ പോവുക ചെയ്തത്. പക്ഷേ അദ്ദേഹം അപ്പോഴും അതുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിൽക്കുകയും ഇന്ത്യയിലെ എല്ലാ ബഹുഭൂരിപക്ഷം ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നികുതി നിഷേധ സമരമായാലും ശരി, ഉപ്പ് കുറുക്കുന്ന സമരമായാലും ശരി, ക്വിറ്റ് ഇന്ത്യ ആയാലും ശരി, എല്ലാം ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന വർഗത്തെ തൊട്ടുണർത്തുന്ന സമര രീതികളായിരുന്നു, അനുഷ്ഠാനങ്ങളെ ആയിരുന്നില്ല അത്. ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും അത് വലിയ തോതിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ഒരു പുതിയ ആ കാലത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള, ഇന്നും ആധുനിക എന്ന് പറയാവുന്ന ഒരു സമര രീതി അദ്ദേഹം ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഏത് കാലത്തും ഉയർത്തിപ്പിടിച്ചത്, തൻ്റെ അവസാന നാളുകളിൽ വരെ ഉയർത്തിപ്പിടിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യം, മതേതരത്വവും ജനാധിപത്യവും തന്നെ. അദ്ദേഹം ഇന്ത്യ പാക് വിഭജനത്തിന് എതിരായിരുന്നു എന്നാണ്. അദ്ദേഹത്തോട് ബാദ്ഷാ ഗാന്ധി ചോദിക്കുന്നുണ്ട്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന അതിർത്തി ഗാന്ധി അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങ് ഞങ്ങളെ ചെന്നായികൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ത്യ പാക് വിഭജനത്തെപ്പറ്റി. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ അന്തസത്ത കൃത്യമായിട്ട് മനസ്സിലാക്കാമായിരുന്നു. അദ്ദേഹം അതിനെതിരായിരുന്നു. ഇവിടെ മുഹമ്മദ് റഹ്മാൻ്റെ നേതൃത്വത്തിലും ഇന്ത്യ പാക് വിഭജനത്തിന് എതിരായിട്ടുള്ള വലിയ സമരമുഖങ്ങൾ നടന്നു. അതൊന്നും വകവെക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവരുടെ ഏറ്റവും കുബുദ്ധിയുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയത്. ഇന്ത്യ